guys, അപ്പോൾ വെൽക്കം ബാക്ക് ടു ദ അനദർ വീഡിയോ ഓഫ് സ്വാതി സ്ക്രീൻ ടോക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു പടം കണ്ടിട്ട് എൻ്റെ കിളിയും കിളിക്കൂടൊക്കെ പാറിയിരിക്കുന്ന ഒരു അവസ്ഥയാണ്. പടം വേറെ ഒന്നുമല്ല, സംഭവം അധ്യായം 1. മോനെ ജിത്തു സതീശൻ സംവിധാനം ചെയ്ത അഷ്കർ അലി, വിനീത് കുമാർ, സിദ്ധാർത്ഥ് ഭരണ എന്നിവരൊക്കെ അഭിനയിച്ച ഒരു പടമാണ് ഈ സംഭവം അധ്യായം 1. സോ ഇറ്റ് ഈസ് എ മിസ്റ്ററി ത്രില്ലറാണ്. സോ പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്നും പറയാനില്ല. ഓവറോൾ പടം എന്ന് പറഞ്ഞാൽ തുടക്കം മുതൽ ഒടുക്കം വരെ അവസാനം വരെ നമ്മൾ എന്താ പറയുക, നമ്മളിവിടെ നല്ലടാ അങ്ങനത്തെ സെറ്റപ്പിലാക്കി പോയി. അതായത് ഈ ഇരിക്കുന്ന ഞാനല്ല ഞാൻ എന്ന് പറയുന്ന ലെവലിലേക്ക് പടം കൊണ്ടുപോയി. മൊത്തത്തിൽ എന്താ പറയുക, മെയിനായിട്ട് സംഭവം ഒരു ടൈം ലൂപ്പാണ് സംഭവം. പക്ഷേ പടം ഫുൾ കൺഫ്യൂഷൻ ആവും. കൺഫ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതല്ല ഇപ്പോൾ അവിടെ നടന്നത്, അതല്ലല്ലോ ഇപ്പോൾ എവിടെ നടന്നത് എന്ന് നമ്മളെ ചിന്തിപ്പിക്കുന്ന തരത്തിൽ നമ്മളങ്ങോട്ട് എന്താ പറയുക. പക്ഷെ ഇങ്ങനെ ആണെങ്കിലും പടം സെറ്റ്. പടം അമ്മാരി സീൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഫസ്റ്റിൽ തൊട്ട് അവസാനം വരെ ബോറടിച്ചിട്ടേ ഇല്ല. നമ്മൾ ഇതിങ്ങനെ അതായത് ഒരു എൻഡിങ് ഇല്ലാത്ത കഥയാണ്. കാരണം അത്രയ്ക്കും ത്രില്ലടിച്ച് നിൽക്കുക നമ്മളിത് എന്ത് സംഭവം കൺഫ്യൂഷനായിട്ട്. അപ്പോൾ ആ ഒരു ലെവലിൽ നമ്മൾ പടം തീരാറായോ, ഇത് തീരുമ്പോൾ എന്തായാലും ഒരു ക്ലൈമാക്സിൽ വരുമല്ലോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് നോക്കിയതല്ലാതെ നമ്മൾ ഈ പടം തീരാനായിട്ട് ആഗ്രഹിച്ചിട്ടില്ല. കാരണം അത്രയ്ക്കും അടിപൊളി സാധനമാണ്. പിന്നെ നമുക്ക് നല്ല എക്സൈറ്റ്മെൻ്റ് ഉണ്ടായിരുന്നു. ഓരോ സീൻ വരുമ്പോഴൊക്കെ നമ്മൾ എന്താ പറയുക, ഇതിങ്ങനെയാണോ അതങ്ങനെയാണോ അപ്പോൾ അതെന്താ അങ്ങനെ എന്ന് ചിന്തിക്കുന്ന തരത്തിലൊരു പടമാണ്. ടൈം ലൂപ്പ് എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, നമുക്ക് പല സാധനങ്ങൾ റിപ്പീറ്റ് ചെയ്ത് വരും. സോ ഇത് എഡിറ്റ് ചെയ്ത ആൾക്കാരെ ഞാൻ സമ്മതിക്കണം. കാരണം എങ്ങനെ എഡിറ്റ് ചെയ്യുന്നു, ഇങ്ങനെ സംഭവങ്ങൾ നമുക്ക് തന്നെ അത് കാണുമ്പോൾ മാറിപ്പോകും. അപ്പോൾ ഇവരിത് സെറ്റ് ചെയ്ത ആൾക്കാരെന്ന് ആലോചിക്കുമ്പോൾ ഭയങ്കര ഒരു സംഭവം, ഒരു രക്ഷയില്ല. പിന്നെ എന്താ പറയുക, സീനൊക്കെ നല്ല അടിപൊളിയായിരുന്നു. കാരണം മൊത്തത്തിലൊരു കാട് വൈബ് ആയതുകൊണ്ട് തന്നെ സ്ക്രീനിലൊക്കെ വരുമ്പോൾ ആ ഒരു സെറ്റപ്പിൽ നല്ല അടിപൊളിയായിട്ട് തന്നെ എൻ്റർടൈൻ ചെയ്തു. അഷ്കർ അലി ഈസ് എ എന്താ പറയുക അടിപൊളി ആളാണ്. നമ്മുടെ അസഫ് അലി എന്ന് പറയുമ്പോൾ നമുക്കറിയാം. പിന്നെ അദ്ദേഹത്തിൻ്റെ മകനുണ്ടല്ലോ, അനിയൻ അത്ര മോശം വരില്ലല്ലോ. അപ്പോൾ നമുക്ക് അടിപൊളി പടമാണ്, ഒരു രക്ഷയില്ല. ത്രില്ലടിച്ചിട്ട് നമുക്ക് എല്ലാം സെറ്റാണ്. നമുക്ക് ഒന്നും പറയാനൊരു നെഗറ്റീവ് ഇല്ലാത്തൊരു പടമാണ്. സീരിയസ് ആയിട്ട് പറയുകയാണെങ്കിൽ നല്ല രീതിയിൽ പടം നല്ല രീതിയിൽ അത് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. അവരുടെ എല്ലാ തരത്തിലുള്ള എഫേർട്ടും അതിനകത്ത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ട്വിസ്റ്റ് നമുക്ക് ചില സീനൊക്കെ വരുമ്പോൾ ഞാനിങ്ങനെ വായിപ്പിച്ചു, മോനെ ഇങ്ങനെയോ അങ്ങനെയോ, എനിക്ക് പോലും വിശ്വസിക്കും. നമുക്ക് വിചാരിക്കാൻ പറ്റാത്ത നമ്മളെ ഒരിക്കലും വിചാരിക്കാത്ത ചില സിറ്റുവേഷൻസൊക്കെ പടത്തിൽ വന്നു. അപ്പോൾ ഇത് ഇങ്ങനെയോ അങ്ങനെയൊക്കെ നമുക്ക് ചിന്തിച്ചു പോകും. അപ്പോൾ മൊത്തത്തിൽ പടം മസ്റ്റ് വാച്ചാണ്, കാണണം. ആർക്കും ഇഷ്ടപ്പെടാതിരിക്കില്ല. സിനിമയും പടമാണ്, ഇഷ്ടപ്പെടും. എനിക്ക് ഉറപ്പ് 100% ഞാൻ ഗ്യാരണ്ടി പറയുന്നു. പടം എല്ലാവരും കാണണം, പൊളിയാണ്, കാണാതെ വിടരുത്. സോ താങ്ക് യു ഫോർ എവരിത്തിങ് അല്ല. ഓക്കെ, ബൈ ബൈ. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.